ചില ആളുകൾക്ക് അവരുടെ യൂറിൻ അവരറിയാതെ ലീക്കാവുന്നതായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ അതൊരു തുമ്മുമ്പോഴോ അതല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. മൂത്രം ഇറ്റിറ്റി പോകുന്നതായിട്ടോ അതല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആയിട്ടോ അതൊന്നും അല്ലെങ്കിൽ തന്നെ അവർ ചില സമയത്ത് അവർ പാൻസ് നോക്കുന്ന സമയത്ത് യൂറിൻ ലീക്കായിട്ട് അവർ പാൻറ്റുകൾ നനഞ്ഞായിട്ട് കാണാറുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ, അഥവാ മലയാളത്തിൽ അതിനെ മൂത്രവാർച്ച എന്നോ മൂത്രം ഇറ്റിറ്റി വീണെന്നോ പറയാറുണ്ട്. ഞാൻ ഡോക്ടർ ഉമർ മുക്താർ, ഭൂമി നാച്ചുറൽ ക്യൂർ വെൽനസ്സിലെ യുനാനി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ അഥവാ യൂറിൻ കണ്ടിന്യൂസ് അല്ലാതെ പോവുക, നമ്മൾ ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ എന്നും പറയാറുണ്ട്. മൂത്രം ഇറ്റിറ്റി പോകുന്നൊരവസ്ഥ, മലയാളത്തിൽ ഇതിനെ മൂത്രവാർച്ച എന്നും പറയും. ഇത് കൂടുതൽ മുതിർന്നവരിലാണ് കാണാറുള്ളത്. മൂത്രം നമ്മുടെ കൺട്രോളിലല്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ബ്ലാഡർ നിറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മൂത്രസഞ്ചിയിൽ യൂറിൻ വന്ന് ഫില്ലായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് സിഗ്നൽ കിട്ടും നമുക്ക് മൂത്രം ഒഴിവാക്കാനായിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു സിഗ്നൽ കിട്ടാതെ നമ്മുടെ യൂറിൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ തന്നെ ലീക്കാവുന്ന കണ്ടീഷൻസിനെയാണ്, അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ മൂത്രം ലീക്കാവുന്ന ഒരു അവസ്ഥ പറഞ്ഞ പേരാണ് പൊതുവെ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ. ചില ആളുകൾക്ക് ഇത് അവരുടെ ബ്ലാഡറിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ട് ലീക്കാവുന്നതായിട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ അവരറിയാതെ തന്നെ മൂത്രം ഡ്രോപ്പായിട്ട് പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇത്തരം കണ്ടീഷൻസിനെയാണ് പൊതുവെ നമ്മൾ ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ എന്ന് പറയാറുള്ളത്. ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലാദ്യത്തേതാണ് അർജ് ഇൻകോണ്ടിനൻസ്, അഥവാ നമുക്കൊരു എമർജൻസി ആയിട്ട് മൂത്രവാർച്ച സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്തരം കണ്ടീഷൻസിലുള്ള ആളുകളുടെ ബ്ലാഡർ പൊതുവെ വീക്കായിരിക്കും. ഉദാഹരണത്തിന് അവരുടെ ബ്ലാഡർ നിറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ബാത്റൂമിലേക്ക് ഓടിയെത്താൻ പറ്റിക്കോളണമെന്നുണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് തന്നെ അവർക്ക് ഒരു പക്ഷേ യൂറിൻ ലീക്കേജ് സംഭവിച്ചേക്കാം. ഇത്തരം കണ്ടീഷൻസിനെയാണ് നമ്മൾ പൊതുവെ അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയാറുള്ളത്. മറ്റൊരു ടൈപ്പാണ് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന യൂറിനറി ഇൻകോണ്ടിനൻസ്. അതായത് നമ്മൾ എന്തെങ്കിലും പ്രഷർ കൊടുക്കുന്ന സമയത്ത്, യൂറിനറി ബ്ലാഡറിൻ്റെ മേലെ എന്തെങ്കിലും സ്ട്രെസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന യൂറിനറി ഡ്രിബ്ലിംഗ്. ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് ചുമയുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ തുമ്മുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ മേലെ പ്രഷർ ചെല്ലുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മൂത്രം അറിയാതെ തന്നെ പോകുന്ന ഒരു കണ്ടീഷൻ കാണാറുണ്ട്. ചിലപ്പോഴത് നമ്മൾ വല്ല വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ അമിതമായിട്ട് ഭാരം എടുക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് പ്രഷർ ബ്ലാഡറിൻ്റെ മേലെ കൊടുക്കുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിങ്ങനെ മൂത്രം ഇറ്റി പോകുന്നതായിട്ടും അവസ്ഥ കാണാറുണ്ട്. ചില ആളുകൾക്ക് ആവട്ടെ ഇത് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് സംഭവിക്കാറുണ്ട്. കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ബാത്റൂമിൽ പോകാത്ത ആളാണെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരികയും ആ പുഷിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബ്ലാഡറിൻ്റെ മേലെ ഒരു പ്രഷർ ചെല്ലുകയും അത് നമ്മളറിയാതെ തന്നെ യൂറിനറി ഇൻകോണ്ടിനൻസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കണ്ടീഷനായിട്ട് പറയുന്നത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് ആണ്. നമ്മുടെ ബ്ലാഡറിൻ്റെ അകത്ത് ഒരുപാട് യൂറിൻ വന്നു കഴിഞ്ഞാൽ അതിന് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്ലാഡറിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഈ ഓവർഫ്ലോ കാരണം യൂറിൻ ലീക്ക് ആവാറുണ്ട്. ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ മൂത്രം ഇറ്റിറ്റി പോകുന്നതിനപ്പുറത്തേക്ക് കുറച്ച് എമൗണ്ടിൽ യൂറിൻ പോകുന്നതായിട്ടാണ് കാണാറുള്ളത്. ചില കണ്ടീഷൻസിലാവട്ടെ അത് ടെമ്പററി ഇൻകോണ്ടിനൻസ് ആയിരിക്കും, അതായത് കുറച്ച് കാലത്തേക്ക് മാത്രം കണ്ടുവരുന്ന മൂത്രവാർച്ച. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ സ്ത്രീകൾക്ക് അങ്ങനെ കാണാറുണ്ട്. ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ട് അവരറിയാതെ തന്നെ മൂത്രം ലീക്ക് ആവുന്നൊരു അവസ്ഥ കാണാറുണ്ട്. ചില ആളുകളിലാവട്ടെ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടാവുക. അവർ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അവരറിയാതെ തന്നെ യൂറിൻ ലീക്ക് ആവുന്നതായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബ്ലാഡറിൻ്റെ മസിൽ സ്ട്രെങ്ത് കുറയുന്നതായിട്ടോ കാണാറുണ്ട്. ഇതിൻ്റെ ബാക്കി പത്രം എന്ന നിലക്ക് അവരറിയാതെ തന്നെ യൂറിൻ ലീക്ക് ആവുന്നതായിട്ട് കാണാറുണ്ട്. ചില സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കൂടെ ഈ പറയുന്ന ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ മൂത്രവാർച്ച കാണാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കഫീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡയോറിറ്റിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചായ ഒരുപാട് കഴിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡയോറിറ്റിക് പ്രോപ്പർട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ മൂത്രവാർച്ച കാണാൻ കഴിയും. ചില ആളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകളിൽ പോസ്റ്റ് മെനോപ്പോസ് പീരീഡ്, അതായത് അവർ ആർത്തവം നിന്ന് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന അസുഖം കാണാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ യൂറിനറി ബ്ലാഡർ മസിൽസിൻ്റെ മേലുള്ള സ്ട്രെങ്ത് കുറയുകയും ആ മസിൽ ലൂസാവുകയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ യൂറിനറി ഇൻകോണ്ടിനൻസ് കാണാൻ സാധിക്കും. സ്ത്രീകളിൽ തന്നെ ബൾക്കി യൂട്രസ് ഉള്ള ആളുകൾക്കാണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം കാണാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്രസിൻ്റെ വെയിറ്റ് കൂടുകയാണെങ്കിൽ യൂട്രസിനോട് ചേർന്ന് കിടക്കുന്ന യൂറിനറി ബ്ലാഡറിൻ്റെ മേലെ ഒരു പ്രഷർ ചെലുത്തുകയും ഇതറിയാതെ തന്നെ നമ്മൾ ഈ യൂട്രസിൻ്റെ ഭാരം കൊണ്ട് യൂറിൻ ഡ്രിബ്ലിംഗ് ആവുന്നൊരു അവസ്ഥയും കാണാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏത് അവസ്ഥയിലാണ് കാണുന്നത് എന്നതിനെ പോലെ ഇരിക്കുന്ന സൈൻ ഓഫ് സിംപ്റ്റംസ് എന്ന് പറഞ്ഞു. ചില ആളുകൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിട്ടുള്ള സൈഡ് എഫക്റ്റ് കൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് സർജറി കഴിഞ്ഞ ആളുകൾക്ക് ഒരു പാരലിസിസ് കുറച്ച് കഥയും കാണാറുണ്ട്. ഇപ്പോൾ അരക്കുന്ന കീപ്പിട്ട് താഴെയുള്ള സർജറികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ മെഡിസിൻ്റെ അനസ്തേഷ്യയുടെ സൈഡ് എഫക്റ്റ് പോകാൻ ഒരു ദിവസമോ അല്ലെങ്കിൽ അര ദിവസമോ എടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ അറിയാതെ തന്നെ യൂറിൻ പോകാറുണ്ട്. അപ്പോൾ ചില കേസുകളിൽ കംപ്ലീറ്റ് യൂറിനായി പോകുന്നൊരവസ്ഥയും ചില കേസുകളിൽ ഡ്രോപ്പായിട്ട് യൂറിൻ പോകുന്ന അവസ്ഥയാണ് കാണാറുള്ളത്. ഇപ്പോൾ
പുരുഷന്മാരിൽ നേരത്തെ സ്ത്രീകളിൽ നമ്മൾ ഈസ്ട്രജൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ ഈ പറയുന്ന ബൾക്കി യൂട്രസിൻ്റെ പ്രശ്നം കൊണ്ടും മെനോപോസിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വരുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും സംഭവിക്കുമെന്ന് പറഞ്ഞു. പുരുഷന്മാരിൽ ഈ പറയുന്ന ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ മൂത്രം ഇറ്റിറ്റ് പോകുന്ന അവസ്ഥ കാണാറുള്ളത് പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട്. ഉദാഹരണത്തിന് BPH എന്ന് പറയുന്നൊരു കണ്ടീഷൻ, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ. ഇത്തരം അവസ്ഥകളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് യൂറിൻ ഇൻകോണ്ടിനൻസ് സംഭവിക്കാറുണ്ട്. എന്നാൽ ചില കേസുകളാവട്ടെ പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസർ കൊണ്ടായിരിക്കും, കാർസിനോമ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥ കൊണ്ടും ഈ പറയുന്ന പോലെ യൂറിൻ അൺകൺട്രോൾഡ് പോകാറുണ്ട്. എന്നാൽ എല്ലാ കേസുകളും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ചില ആളുകളിലാവട്ടെ ന്യൂറോളജിക്കൽ ഡിഫക്റ്റ് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമുക്ക് യൂറിൻ ഫില്ലായി കഴിഞ്ഞാൽ ഇതിനെ പുറന്തള്ളണം എന്നുള്ള മെസ്സേജ് തലച്ചോറിൽ നിന്ന് ബ്ലാഡറിലേക്ക് എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സെൻസേഷൻ ഉണ്ടാവുകയും ഈ സെൻസേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മൂത്രമൊഴിക്കുന്ന പ്രോസസ്സ് നടക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് തലച്ചോറിൽ നിന്ന് കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ ബ്ലാഡറിലേക്ക് പാസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബ്ലാഡറിൽ നിന്ന് പെനിസിലേക്ക് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിലേക്ക് ഇത് പോകുന്നില്ല, ഈ സിഗ്നൽസ് പോകുന്നില്ല എങ്കിൽ നമ്മളറിയാതെ തന്നെ ഇതിനെന്തെങ്കിലും പ്രശ്നം സംഭവിക്കാനോ യൂറിൻ ലീക്കാവാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഈ പറയുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടോ അതല്ലെങ്കിൽ ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടോ കാണുന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന ന്യൂറോളജിക്കൽ ഇഷ്യൂസ് കൊണ്ടും കാണാറുണ്ട്. ഈ ന്യൂറോളജിക്കൽ ഇഷ്യൂ പല കാരണം കൊണ്ടും കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് നാഡിക്ക് വീക്കം സംഭവിക്കാറുണ്ട്. എന്നാൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡയബറ്റീസ് കൊണ്ടാണ്. ഡയബറ്റീസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് കാണുന്ന അസുഖമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. അപ്പോൾ ഷുഗറുള്ള ആളുകൾക്ക് നാടി തളർച്ച സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ യൂറിനറി ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നാടികൾക്ക് വീക്കം സംഭവിക്കുകയും ഈ പറയുന്ന പോലെ ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ കാണാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് സ്പൈനൽ ഇഞ്ചുറീസ് ആണ്. നമ്മുടെ നട്ടലിനെ ഏൽക്കുന്ന എന്തെങ്കിലും ക്ഷതം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ കൊണ്ടോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടോ ഈ പറയുന്ന പ്രശ്നങ്ങൾ കാണാറുണ്ട്. യൂറിനറി ബ്ലാഡറിൻ്റെ അടുത്ത് കാണുന്ന മസിൽസ് വീക്ക് ആവുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ന്യൂറോൺസിന് അല്ലെങ്കിൽ അവിടുത്തെ നാടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ടോ ഈ പറയുന്ന ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിനോ ഡ്രിബ്ലിംഗ് ഓഫ് യൂറിനോ കാണാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. അതായത് ചില ആളുകൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു തീവ്രത കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഓൾറെഡി നാടിക്ക് തളർച്ചയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ ഷുഗറും കൂടെ വരികയാണെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ ഈ അവസ്ഥയെ മോശമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഷുഗർ കൺട്രോൾ വരുത്തേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടൊരു കാര്യമാണ്. മറ്റൊരു സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് ചുമയുള്ള ആളോ അല്ലെങ്കിൽ വല്ല തുമ്മലുള്ള ആളോ ആയിരിക്കും. അപ്പോൾ ഇത്തരം ട്രിഗറിങ് ഫാക്ടേഴ്സ് നമ്മുടെ ബ്ലാഡറിന് പ്രഷർ കൊടുക്കുന്ന ഇത്തരം ആക്ടിവിറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ അവരതിനെ കൺട്രോൾ ചെയ്യണം ആദ്യം വേണ്ടത്. കാരണം ഈ തുമ്മൽ ഒരുപാട് തുമ്മുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ചുമക്കുന്ന സമയത്ത് ഈ ഒരു പ്രഷർ ബ്ലാഡറിന് മേലെ ആക്ട് ചെയ്യുകയും ബ്ലാഡറിൽ നിന്ന് മൂത്രം പുറത്തേക്ക് പോകാനുള്ള പ്രവണത കാണുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ആളുകൾ യൂറിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ചുമ കുറയുന്ന മെഡിസിൻസ് എടുക്കുകയോ അല്ലെങ്കിൽ തുമ്മൽ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും മെഷർമെൻറ്റ് എടുക്കുകയോ ചെയ്യുന്നത് വഴി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറയുന്ന ഡ്രിബ്ലിംഗ് ഓഫ് യൂറിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. മറ്റ് ചിലർക്ക് ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ വരാനുള്ള കാരണമായിട്ട് പറയുന്നത് അവർ കഴിക്കുന്ന ഫുഡായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഡയോറിറ്റിക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് സ്ഥിരമായിട്ട് എടുക്കുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് യൂറിൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ അവർക്ക് യൂറിൻ്റെ അമൗണ്ട് കൂട്ടുന്ന ഡയോറിറ്റിക്സ് പോലത്തെ ഫുഡുകൾ കുറക്കുകയോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കും ഇത്തരം ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അവർ ആ മെഡിസിൻസ് നിർത്തുകയോ വേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഈ പറയുന്ന അവസ്ഥ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അവർ മൂത്രം ഒഴിക്കുന്ന സമയത്ത് അമിതമായിട്ട് പ്രഷർ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ യൂറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഓട്ടോമാറ്റിക് നടക്കണം. നമ്മൾ കൃത്യമായിട്ട് ഫ്രീ ആയിക്കൊണ്ട് വേണം യൂറിനേഷൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് മൂത്രം ഒഴിച്ച് നിർത്തി പോരാനുള്ള ടെൻഡൻസി കൊണ്ട് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്ന സമയത്ത് യൂറിനറി ബ്ലാഡറിൻ്റെ മസിൽസ് വീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാതെ നോർമലായിട്ട് തന്നെ യൂറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇതേപോലെ ചില ആളുകളുടെ സ്വഭാവമാണ് യൂറിൻ ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് നേരത്തെങ്കിലും മൂത്രം പിടിച്ചു വെക്കുന്നത് വഴി ഈ പറയുന്ന ബ്ലാഡർ മസിൽസ് വീക്ക് ആവാനും അവിടുത്തെ നാടുകൾക്ക് ക്ഷീണം സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒരുപാട് നേരം യൂറിൻ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്രമൊഴിച്ച് വരാനുള്ള ഒരു ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് നേരം പ്രഷർ കൊടുക്കുക, ഇങ്ങനത്തെ സംഗതികൾ ചെയ്യുന്നത് വഴി ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ബൾക്കി യൂട്രസ് ആണ് പ്രശ്നം കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം സംഭവിക്കുന്നതെങ്കിൽ അവർ ബൾക്കി യൂട്രസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഏർപ്പെടുന്നത് കൊണ്ടായിരിക്കും ഈ പറയുന്ന ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ. അപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലത്തെ ആളുകൾ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കേണ്ടതുണ്ട്. ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പെൽവിക് എക്സസൈസ്. അതായത് നമ്മുടെ അരക്കെട്ടിനെ ശക്തിപ്പെടുത്തുന്ന എക്സസൈസുകൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ അരക്കെട്ടിന് ശക്തി നൽകുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും അതുപോലെ ബ്ലാഡർ ഇറിറ്റൻസ് ആയിട്ടുള്ള കഫീൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഡയോറിറ്റിക്സ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുന്നതും നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. കഴിവിൻ്റെ പരമാവധി യൂറിൻ ഹോൾഡ് ചെയ്യാതിരിക്കുകയും നോർമലായിട്ട് നടക്കേണ്ട യൂറിനേഷൻ പ്രോസസ്സ് നമ്മൾ ഒരുപാട് പുഷ് ചെയ്തിട്ട് പെട്ടെന്ന്
തീർക്കുന്ന പ്രവണതയും ഒഴിവാക്കുകയും ഇതേപോലെ ബ്ലാഡർ ഇറിറ്റൻസ് ആയിട്ടുള്ള സംഗതികൾ ഒഴിവാക്കുകയും ചെയ്യുന്ന വഴി നമുക്കൊരു പരിധി വരെയൊക്കെ ഈ പറയുന്ന ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പെൽവിക് എക്സസൈസ് ചെയ്യുന്നത് വഴി ഇതിൻ്റെ നമുക്ക് സ്ട്രെങ്ത് കൂട്ടാനും അതുവഴി മസിൽസ് വീക്കായിട്ടുള്ള ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിനെയും ഡ്രിബ്ലിംഗ് ഓഫ് യൂറിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യഥാർത്ഥമായിട്ട് നമ്മൾ എന്ത് കാര്യം കൊണ്ടാണോ സംഭവിച്ചത് എന്നതിൻ്റെ ബേസ് ആക്കിയിട്ടായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റിന് എൻലാർജ്മെൻ്റ് ഉള്ള ആളാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ പറയുന്ന മൂത്രവളർച്ച നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ ഹോർമോൺ ഇഷ്യൂ കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ബൾക്കി യൂട്രസ് കൊണ്ടാണെങ്കിൽ അതല്ലെങ്കിൽ അവരെന്തെങ്കിലും വെയിറ്റ് ലിഫ്റ്റ് എടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അലർജി ഇറിറ്റൻസ് ആയിട്ട് വരുന്ന തുമ്മൽ ചുമ പോലത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടോ ആണ് ഇവർക്ക് ഈ പറയുന്ന ഇറിറ്റേഷൻ ഉള്ളതെങ്കിൽ നമ്മൾ ചികിത്സിക്കേണ്ടത് അതിനെയാണ്. അപ്പോൾ അതിൻ്റെ ആ റൂട്ട് കോസിനെ മൂലകാരണത്തെ ചികിത്സിക്കുന്ന വഴി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഈ പറഞ്ഞ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.